ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഹായ് പറ സുട്ടുമ ഹായ്. അപ്പോൾ അങ്ങനെ ചിന്നുവിൻ്റെ സംരംഭം നമ്മൾ തുടങ്ങിയെടുത്ത് നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, വലുതാക്കണല്ലേ ചിന്നു. നമ്മൾ ചെറിയൊരു സ്പേസ് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് അറിയാമല്ലോ, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാമൻ്റെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മോഹൻ എന്ന് പറഞ്ഞൊരു മാമനുണ്ട്. മാമ ഒരു കമ്പനി ഇവിടെ നാട്ടിൽ നടത്തിയിരുന്നു. കുറേ പേർക്ക് ജോലിയൊക്കെ കൊടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. നമ്മളൊക്കെ എൻ്റെ കുഞ്ഞമ്മ അമ്മയൊക്കെ അവിടെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ മാമൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവിടെ കുറച്ച് ഇഷ്യൂസ് കാരണം വന്നിട്ട് കുറച്ച് അസുഖമൊക്കെ വന്നപ്പോൾ ആ മാമ മരിച്ചുപോയി. അപ്പോൾ ആ കമ്പനി 4.5 വർഷമായിട്ട് പൂട്ടി കിടക്കണം. അപ്പോൾ ആ കമ്പനിയിലോട്ടാണ് നമ്മൾ ചിന്നുവിൻ്റെ സംരംഭം ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ചിന്നു. അപ്പോൾ നമ്മൾ ആൾറെഡി അതിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നമുക്കത് ക്ലിയർ ചെയ്തത് ക്ലീനിങ് ക്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. അന്ന് നമുക്ക് വീടൊക്കെ 300 ബേസിൽ അവരാണ് അന്ന് നമുക്ക് വീടെല്ലാം ക്ലിയർ ചെയ്ത് തന്നത്, ക്ലീനിങ് ക്രൂ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ അപ്പം ബിഫോർ എന്തായിരുന്നു നോക്കുക, എന്നിട്ട് അവർ ക്ലീൻ ചെയ്ത് എന്താണെന്ന് നോക്കി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാം.
നമ്മുടെ സ്ഥാപനം ഇപ്പോൾ വരുന്നത് ഈ ശ്രീ നീലകേശി എന്ന് പറഞ്ഞ ടയർ വർക്ക്ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ നേരെ ന്യൂട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ്. ഇപ്പോൾ അതാ നമ്മൾ അതിനെ റിനോവേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് മാവൻ്റെ വീട്. മാവൻ മരിച്ചുപോയി. മാവൻ്റെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. മാവൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതാ കയറി വരുമ്പോഴേക്കും ഇതൊക്കെ റെഡി ആക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എൻ്റെ ഓഫീസ് വരുന്നത്. ഇവിടെ എൻ്റെ ഓഫീസ് വരുന്നു. അതൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ ഏരിയ വരും. ഇവിടെ മെഷീനറീസ് ഇപ്പോൾ ചിന്നുവിൻ്റെ മെഷീനുണ്ട്. ചിന്നുൻ്റെ മെഷീനൊക്കെ ഇന്നലെ എടുത്തുകൊണ്ടിട്ടു. ഇവിടെ പിന്നെ അവരെ ക്ലീനിങ് ആണ്. ഇവിടെ വിപിൻ ചേട്ടനുണ്ട്, കീക്കോ ഉണ്ട്. നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അനിലേട്ടുണ്ട്. അനിലേട്ടനെല്ലാം കൂടെ ഇത് വിപിൻ ചേട്ടൻ എടുക്കല്ലേ? ഓക്കെ ആണല്ലോ. ഈ ഒരു ഏരിയ വിപിൻ ചേട്ടൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അത് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ വരാം. ആദ്യം മൊത്തത്തിലൊന്ന് കാണിച്ചത് ഇപ്പോഴുള്ള കണ്ടീഷൻ ഉണ്ടാവും. ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലുണ്ടാവും. അല്ല ഇവിടെയൊക്കെ പെയിൻറ്റിങ് നടക്കുവാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഉണ്ട്. അതിന് കുറച്ച് വർക്ക് കൂടെയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ കയറുന്നില്ല. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേണ്ടാത്ത ഐറ്റംസ് എല്ലാം കൂടെ വാരിയിട്ട് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇനി കമ്പനിയുടെ ഔട്ടർ ഏരിയ അതൊക്കെ കാണിക്കുക. അപ്പം അങ്ങനെ ഓരോന്നായിട്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ചെയ്തുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു മെഷീനിൽ നിന്ന് ഒരു വലിയ മെഷീനും ഒരു ചെറിയ മെഷീനുമാണ് ഉള്ളത്. ബാക്കി മെഷീൻസ് ഓൺ ഡിലേ. അപ്പോൾ ചിങ്ങം തീർന്നുകൊണ്ട് നമ്മൾ ചിങ്ങം തീരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് തീരുകയാണ്. അപ്പോൾ കന്നിയിൽ നല്ല കാര്യങ്ങൾ തുടങ്ങില്ല, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് തുടങ്ങി വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ, അത് കുറച്ചായിട്ട്. ബാക്കി ഇനി കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം, ബാക്കി ചിന്നു പറയാം. നമ്മുടെ തട്ടപൂജേൻ്റെയും കാര്യങ്ങളൊക്കെ മാം അവിടെ ഒരുക്കുന്നുണ്ട്. വേറെന്താ പറയുക, ഒരു മെഷീനെ നമ്മൾ കൊണ്ടുവന്നില്ല. ഒരു മെഷീൻ സാധാ ഒരു മെഷീന്, ബാക്കി മെഷീൻസൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ സിസ്റ്റം തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. ഓർഡറൊക്കെ വന്ന് ഞാൻ 1-2 എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുത്ത് അവിടുന്ന് കൊറിയറൊക്കെ ബാക്കി പിന്നെ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് നോക്കണം? ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞല്ലേ? ശരി, ഗണപതി റൂമിൽ കത്തിച്ച് ഇത് കത്തിനെ ഇത് പട്ടിയെടുത്ത് ഗണപതിക്ക് ആഗ്രഹമുള്ളൂ വെടിയാവുന്ന അത് ഇലയില്ല. ചെന്നൂർ ചെന്നെ 3 പ്രാവശ്യം തൊട്ട് വിടണം. ചിന്നു എന്നിട്ട് ചേട്ടനെ തലയിൽ ഇങ്ങനെ കൊടുക്കും. എന്നതായിട്ട് ഒറ്റയല്ല വേണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ തൊട്ട് തൊട്ട് 3 പ്രാവശ്യം. 3 പ്രാവശ്യം മതി. ഇനി എൻ്റെ ചേട്ടൻ രാമികനെ കൊടുക്കണേ എന്ന് കെട്ടിപ്പിടിച്ചോ അത്ര ചെറിയ. അപ്പൊ ഇനി മെഷീൻ ഓൺ ആക്കാൻ എങ്ങനെയാണ് ഇതിന്റെ അടുത്ത കാര്യം? ഒരു പൊട്ടിയിടാൻ കഴിയുന്നത് അല്ലെങ്കിൽ ദേഹം എവിടെയെങ്കിലും ചെന്നുപോയി ഞാൻ വിളിക്കാം. ചെന്നു ഒരു പൊറിയിടാൻ പറ്റുമെങ്കിൽ അവിടെ ഇട്ടോ. അനു അനു കുറിയുടെ ഒരു കുറി ചെറുതായിട്ട് കഴിയുന്നില്ല കേട്ടോ. ശരി,
ചെറിയൊരു തുടക്കം ആയതുകൊണ്ട് തന്നെ അധികം ആരെയും വിളിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ബാക്കി ഗ്രാൻഡ് ഓപ്പണിംഗ് ഒക്കെ മെഷീനറീസ് എല്ലാം വന്നതിന് ശേഷമുണ്ട്. അപ്പോൾ രതീഷാണ് ഇതിൻ്റെ മെയിൻ ആൾ. രതീഷ് ഒന്നും വന്നിട്ടില്ല. രതീഷ് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് അവരുടെ ഫ്രണ്ടിൻ്റെ, അപ്പോൾ അത് കഴിഞ്ഞേ എത്തുള്ളൂ. അപ്പോൾ ചിന്നു അതെന്തായാലും തുടങ്ങിയില്ലേ ഐശ്വര്യമായിട്ട്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഹന മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ബാക്കി ദൈവങ്ങളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് എനിക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത മധുരം കൊടുക്കുന്ന ഉദ്ഘാടനം അനിലേട്ടനാണ്. അതിന് മുന്നേ അടുത്തായിരുന്നു. ഫസ്റ്റ് ഗണപതിക്ക് വെക്കണോ? മെലിഞ്ഞ ഗണപതിയെ കണ്ടിട്ട് താങ്ക് യു. എല്ലാവിധ ആശംസകളും. അപ്പം നമ്മൾ വേറെ വീടായിട്ട് തൊട്ടപ്പുറത്ത് അപ്പം അവർ മധുരം കൊടുക്കുന്നവർ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു സ്ഥാപനം ഇന്ന് മുതൽ റണ്ണാവുകയാണ് അല്ലേ ചിന്നു? അപ്പം ഇനി അല്ലാതെ പ്രഭി ഇവിടെ ഉണ്ട്, പ്രഭീതയുണ്ട്. പ്രഭീത പോയി. അയ്യോ, എൻ്റെ പാർട്ട്ണർ വേറെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. രതീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഒതുക്കണം. അപ്പോൾ ചിന്നു എല്ലാം ഇനി ഐശ്വര്യമായിട്ട് നടക്കട്ടെ, കൂടുതൽ അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മെഷീൻസ് ഇനിയിപ്പോൾ ഒരു 3 മെഷീൻ കൂടെ ഉടനെ വരും. ഇപ്പോൾ ഇത്രയാണുള്ളത്. ബാക്കി മെഷീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും കൂടെ ഉണ്ടായിരിക്കുക. അങ്ങനെ ചിന്നുവിനൊരു സംരംഭം തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയെല്ലാം ശേഷം സ്ക്രീൻ. തൽക്കാലത്തേക്ക് സ്റ്റേ ട്യൂൺ. ബൈ.